ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ തകൃതിയായ നീക്കം. PC ജോർജിന്റെ പൂഞ്ഞാറിലെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി. എന്നാൽ PC ജോർജ് വീട്ടിലില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PC ജോർജിന് പിന്തുണയുമായി കോട്ടയത്തെ ബി.ജെ.പി. നേതാക്കൾ വീട്ടിലെത്തിയിട്ടുണ്ട്. PC ജോർജ് ഒളിവിലല്ലെന്നും ഇന്ന് ഹാജരാകുമെന്നും നേതാക്കൾ നമ്മോട് പറഞ്ഞു. വിവരങ്ങളുമായി PC ജോർജിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ പോലീസിൽ അദ്ദേഹം ഹാജരാകുന്നതിനേക്കാൾ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണോ പോലീസിന് താല്പര്യം? ഇതിന്റെ പിന്നിൽ ഒരു പോലീസ് നാടകമുണ്ട് എന്ന രീതിയിലുള്ള ബി.ജെ.പി. നേതാക്കളുടെ ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്? SKN ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PC ജോർജ് ഈ വീട്ടിൽ തെക്കേക്കരയിലെ പൂഞ്ഞാർ തെക്കേക്കരയിലെ ഇരാറ്റുപേട്ട തെക്കേക്കരയിലെ ഈ വീട്ടിലില്ല. നമുക്ക് ഈ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ, ഈ കോമ്പൗണ്ടിലെ ദൃശ്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കുറേ ആളുകൾ പുറത്ത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതും കാത്ത് പുറത്ത് കൂടി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇരാറ്റുപേട്ടയിലെ ആ ഒരു വിദ്വേഷ പരാമർശം അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു എന്നാണ് വ്യക്തിപരമായി നമ്മോട് സംസാരിച്ച ആളുകളൊക്കെ തന്നെ പറയുന്നത്. അവർ പറഞ്ഞത് ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഈ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇത് കൂടാതെ തൊട്ടപ്പുറത്ത് BJP നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വസതിക്ക് ഉള്ളിലുമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും PC ജോർജ് ഈ വീട്ടിലില്ല, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ലിജിൻ ലാൽ, BJPയുടെ നേതാവ് ലിജിൻ ലാൽ അടക്കം വി ഹരി അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. എപ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് കീഴടങ്ങുമെന്നൊരു പദം ഉപയോഗിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല, ഹാജരാകുമെന്നാണ് പറയുന്നത്. BJPയുടെ പൂർണ്ണ പിന്തുണ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണ PC ജോർജിന് ഉണ്ട് എന്നും അവരെല്ലാവരും തന്നെ പറയുന്നു. എന്തായാലും ഒരു അരമണിക്കൂറിനകം തന്നെ ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ, ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന ഒരു വിവരം പ്രാഥമികമായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രവർത്തകർ എന്തിനാണ് ഇവിടെ കൂടി നിൽക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അവർ പ്രകടനം നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ KJ തോമസ് എന്ന ഇവിടുത്തെ CI, ഇരാറ്റുപേട്ട CI ഈ പ്രദേശത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കർശനമായൊരു നിർദ്ദേശം BJP നേതാക്കൾക്ക് നൽകിയിരുന്നു. റോയ് ചാക്കോ, BJPയുടെ കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോക്ക് അടക്കം നൽകിയിരുന്നു. പ്രകടനം നടത്തിയാൽ അറസ്റ്റ് ചെയ്യും, നടപടിയെടുക്കുമെന്ന്. എന്തായാലും പോലീസ് പുറത്ത് നിൽക്കുന്നുണ്ട്, BJP പ്രവർത്തകർക്കുണ്ട്. അറസ്റ്റ് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അറസ്റ്റ് കാണാൻ വേണ്ടി കുറേ ആളുകൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവപൂലമായ നാടകീയമായ നീക്കങ്ങളാണ് പൂഞ്ഞാർ ഇരാറ്റുപേട്ട തെക്കേക്കരയിലെ വിവരങ്ങൾ നൽകിയത്.